തൃശ്ശൂരിനടുത്തുള്ള ചെറിയ ഗ്രാമത്തിൽ ഉച്ചയ്ക്ക് ശേഷം ചെറിയ പാതയിലൂടെ കോളേജിലേക്ക് പോകുന്ന സുന്ദരിയായ പെൺകുട്ടി മീര. മധുര സ്വഭാവം, കാണാൻ അതിസുന്ദരി, കണ്ണിൽ നിറഞ്ഞ സ്വപ്നങ്ങൾ. ആ വഴിയിലൂടെ എന്നും സ്കൂട്ടറിൽ പോകുന്ന മറ്റൊരു യുവാവുമുണ്ട്, അരുൺ. പാവപ്പെട്ട വീട്ടിൽ ജനിച്ചു വളർന്നൊരു യുവാവ്, പക്ഷേ കണ്ണിൽ നന്മയും മനസ്സിൽ ധൈര്യവുമുള്ളൊരു യുവാവ്. മീര നടന്നു പോകുന്ന ആ വഴിയിലൂടെ ആ യുവാവും എന്നും സ്കൂട്ടറിൽ കടന്നു പോകും. മീര ബസ് കാത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ യുവാവ് ദൂരെ നിന്ന് മീരയെ നോക്കും. പക്ഷേ ഒന്നും അവൻ പറഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം മഴയായതുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ കുടുങ്ങിപ്പോയ മീരയ്ക്ക് അരുൺ തൻ്റെ കയ്യിലുള്ള കുട കൊടുത്തു. മീര ആദ്യം വാങ്ങുവാനൊന്നും മടിച്ചു. പക്ഷേ പിന്നീട് ആ കുട വാങ്ങി അവൾ തൻ്റെ വീട്ടിലേക്ക് നടന്നുപോയി. മീരയുടെ വീട്ടുകാർ അതിസമ്പന്നരാണ്. മീരയുടെ വീട്ടിൽ കാർ, ബൈക്ക്, സ്കൂട്ടി അങ്ങനെ എല്ലാത്തര വാഹനങ്ങളുമുണ്ട്. പക്ഷേ മീരയ്ക്ക് ബസ് യാത്രയാണ് കൂടുതൽ ഇഷ്ടം. അവളെപ്പോഴും സാധാരണ ജീവിതമാണ് ഇഷ്ടപ്പെടുന്നത്. എന്നാൽ മീരയുടെ അച്ഛനും അമ്മയും ചേട്ടനും അവരെപ്പോഴും പണത്തിന് വില കൊടുക്കുന്നവരാണ്. സാധാരണ പാവപ്പെട്ടവരെ അവർ പുച്ഛത്തോടെ മാത്രമാണ് കാണുന്നത്. മീരയുടെ ചേട്ടൻ എപ്പോഴും അവളോട് ദേഷ്യത്തിൽ പറയും, നിനക്ക് വീട്ടിൽ ഇത്രേ കാർ കിടന്നിട്ടും നീ എന്തിനാണ് ആ ബസ്സിൽ ഞാണ്ടുപോകുന്നത്? പാവപ്പെട്ടവർക്കാണ് ബസ് യാത്ര പറഞ്ഞിട്ടുള്ളത്. നമ്മളെപ്പോലുള്ള പണക്കാർക്ക് ഇതുപോലെ കാറിലും മറ്റും യാത്ര ചെയ്താൽ പോരെ. എന്നാൽ മീരയുടെ ആ ചേട്ടൻ്റെ വാക്കിന് അവർ ഒന്നും പറയാതെ പുഞ്ചിരിക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. മീര അരുണുമായി പതുക്കെ പതുക്കെ അടുക്കുവാൻ തുടങ്ങി. അരുണിൻ്റെ മനസ്സിലെ നന്മയും കരുണയും അവളെ ആകർഷിച്ചു. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം പിരിയാൻ പറ്റാത്ത രീതിയിൽ അടുത്തു. പക്ഷേ മീരയുടെ വീട്ടുകാർ അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പെട്ടെന്ന് തന്നെ അറിഞ്ഞു. മീരയുടെ മാതാപിതാക്കളും ചേട്ടനും അതിശക്തമായി അവരുടെ ബന്ധത്തെ എതിർത്തു. താഴ്ന്ന ജാതിയിൽപ്പെട്ട അരുണുമായുള്ള ബന്ധത്തിന് അവർക്ക് ഒരിക്കലും താല്പര്യമുണ്ടായിരുന്നില്ല. പഠിക്കുവാൻ ഏറെ ഇഷ്ടമുള്ള മീരയുടെ പഠനം അവർ മുടക്കി. വീട്ടിൽ തന്നെ മീരയെ അടച്ചിട്ടു. പക്ഷേ അപ്പോഴും മീരയ്ക്ക് അരുണിനും പിരിയാൻ പറ്റാത്ത രീതിയിൽ അടുത്തു കഴിഞ്ഞിരുന്നു. മീരയുടെ വീട്ടുകാർ മീരയ്ക്ക് മറ്റൊരു കല്യാണം ഉറപ്പിച്ചു. മീരയുടെ മുറിച്ചക്കനായ വിനീതുമായിട്ടാണ് മീരയുടെ വിവാഹം ഉറപ്പിച്ചത്. വിനീത് മീരയെ ഏറെ ഇഷ്ടപ്പെടുന്നുമുണ്ട്. കുട്ടിക്കാലം മുതൽ വിനീതിന് മീരയോടുള്ള സ്നേഹമുണ്ട്. മീരയെപ്പോലെ തന്നെ സാധുവായ ഒരു യുവാവാണ് വിനീതും. മീരയെ വിവാഹം കഴിക്കുക എന്നുള്ളത് സ്വപ്നമായി കൊണ്ടു നടക്കുന്ന ഒരു യുവാവ്. അങ്ങനെ വിനീതുമായുള്ള വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങി. വിനീത് താൻ ഇത്രയും നാൾ മനസ്സിലുറപ്പിച്ച് കൊണ്ടു നടന്നിരുന്ന മീരയെ വിവാഹം കഴിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷം. അങ്ങനെ കല്യാണത്തിൻ്റെ തലേദിവസമായി. മീരയുടെ വീട്ടിൽ ഒരുക്കങ്ങളും ബഹളവും മറ്റും തുടങ്ങി. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. അന്ന് രാത്രി മീര ആരും കാണാതെ അരുണിൻ്റെ ഒപ്പം ചെറിയൊരു ബാഗിൽ അവൾക്ക് പഠിക്കുവാനുള്ള പുസ്തകങ്ങൾ മാത്രമെടുത്ത് ഇറങ്ങിപ്പോയി. അരുണിനെ പിരിഞ്ഞൊരു ജീവിതം അവൾക്ക് ഒരിക്കലും സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവൾ അരുണിൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയത്. അങ്ങനെ അരുണും മീരയും പിറ്റേ ദിവസം രാവിലെ തന്നെ രജിസ്റ്റർ മാരേജ് നടത്തുന്നു. കയ്യിലുള്ള അരുണിൻ്റെ പണം കൊണ്ട് നഗരത്തിലെ ഒരു സൈഡിൽ ചെറിയൊരു ഓട് വീട് അവർ വാടകയ്ക്കെടുക്കുന്നു. ചെറിയ പഴയ ഓട് വീട്, പക്ഷേ വൃത്തിയുള്ള നല്ലൊരു ഓട് വീടുമായിരുന്നു അത്. ആ വീട്ടിൽ ചെറിയൊരു അടുക്കളയും ഒരു മുറിയും മാത്രമാണ് ഉള്ളത്. അരുൺ എപ്പോഴും മീരയോട് ചോദിക്കും, നിനക്കിതിനെല്ലാം പൊരുത്തപ്പെടുവാൻ പറ്റുന്നുണ്ടോ? വലിയ വീട്ടിൽ AC റൂമിൽ കിടന്നുറങ്ങി നീ ഇവിടെ ചെറിയ മുറിയിൽ. പക്ഷേ മീരയുടെ മനസ്സിൽ ആ ചെറിയ വീട് ഒരു മാളിക തന്നെയായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. പണമില്ലെങ്കിലും സന്തോഷത്തോടു കൂടി അവർ അവിടെ കഴിഞ്ഞു. അരുൺ നഗരത്തിലെ ചെറിയ മോട്ടോർ പമ്പ് ഷോപ്പിൽ ജോലിക്ക് ചേർന്നു. നല്ല സന്തോഷത്തോടു കൂടി തന്നെ മീരയും അരുണും ആ വീട്ടിൽ കഴിഞ്ഞു. മീര ഓൺലൈനായി പഠനം തുടങ്ങി. അവളെ കോളേജ് പഠനം കഴിഞ്ഞപ്പോൾ അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട IAS കോച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് അവർ ഓൺലൈനായി അവൾ പഠനം തുടങ്ങിയത്. വാടക വീട്ടിലെ ചെറിയ മേശപ്പുറത്ത് ഒരുപാട് പേപ്പറുകളും പുസ്തകങ്ങളും എല്ലാം ചേർത്ത് വെച്ച് അവൾ അവളുടെ സ്വപ്നത്തിലേക്ക് വേണ്ടിയുള്ള പഠനം തുടങ്ങി.
അങ്ങനെ ഓൺലൈൻ പഠനത്തിൻ്റെ കുറച്ച് സമയം ബാക്കി കിട്ടുമ്പോൾ അടുത്ത വീട്ടിലെ കുട്ടികൾക്ക് അവൾ ട്യൂഷൻ എടുക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ ആ ചെറിയ വീട്ടിൽ വലിയ സ്വപ്നവും സ്നേഹവുമായി മീരയും അരുണും കഴിഞ്ഞു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. മീരയുടെ ട്യൂഷൻ നല്ല രീതിയിൽ പോയി, ഒപ്പം അരുണിൻ്റെ ജോലിയും. പക്ഷെ അവരുടെ ഹൃദയത്തിൽ ഒരു ശൂന്യത ഉണ്ടായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്കും ഇതുവരെ കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ കുട്ടികൾ ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ്, പക്ഷേ വർഷങ്ങൾ നീണ്ടുപോയപ്പോൾ അവർക്ക് കുട്ടികൾ വേണമെന്നുള്ള ആഗ്രഹം വന്നു. അങ്ങനെ അവർ ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ചു. ടെസ്റ്റുകളെല്ലാം ചെയ്തു. ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞപ്പോൾ ഗൈനക്കോളജിസ്റ്റ് മീരയ്ക്ക് ചെറിയൊരു ഹോർമോൺ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് കുട്ടികൾ വൈകുന്നതെന്നും പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, മരുന്നുകൾ കഴിച്ചു തുടങ്ങാം, നമുക്കതിൻ്റെ ചികിത്സകളൊക്കെയുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അവിടുന്ന് തന്നെ അവരുടെ ജീവിതം തന്നെ മാറാൻ തുടങ്ങി. ചികിത്സാ ചെലവ്, വീട്ടുചെലവ്, മീരയുടെ പഠിത്തം, ഇതിനെല്ലാം അരുണിൻ്റെ ശമ്പളം തികയാതെ വന്നു. മീരയ്ക്ക് കിട്ടുന്ന ചെറിയ ട്യൂഷൻ ഫീസ് വീടിൻ്റെ ചെറിയ ചെറിയ ചെലവിന് മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. അതുമാത്രമല്ല, ഹോർമോൺ ഗുളിക മറ്റു ഗുളികകളുമെല്ലാം കഴിക്കുന്നത് കൊണ്ട് തന്നെ മീരയുടെ ശരീരത്തിന് മാറ്റങ്ങൾ വന്നു തുടങ്ങി. അവളുടെ ശരീരം വണ്ണം വയ്ക്കുവാൻ തുടങ്ങി. പണ്ടത്തെ പോലെ അവൾക്കിപ്പോൾ സൗന്ദര്യമില്ല. ദിവസം ചെല്ലുന്തോറും വണ്ണം കൂടിത്തുടങ്ങി. മീരയുടെ ഈ മാറ്റം അരുണിന് അംഗീകരിക്കുവാൻ സാധിച്ചില്ല. അതുമാത്രമല്ല, വീട്ടിലെ ചെലവും എല്ലാം കൂടി അരുൺ മീരയെ വെറുത്തു തുടങ്ങി. ഒടുവിൽ മീരയുടെ ഇഷ്ടസ്വപ്നമായ IAS കോച്ചിങ് അരുൺ മീരയോട് ഉപേക്ഷിക്കുവാൻ പറഞ്ഞു. പക്ഷേ മീര അതിന് സമ്മതിച്ചില്ല. പക്ഷേ അരുൺ മീരയോട് ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു, നിന്റെ പഠനം ഇപ്പോൾ തന്നെ നിർത്തണം. എനിക്ക് വയ്യ, കഷ്ടപ്പെട്ട് ഞാൻ മടുത്തു. വീട്ടിലെ ചെലവ്, നിന്റെ പഠന ചെലവ് മാത്രമല്ല നിന്റെ ചികിത്സയും. ദിവസം തെല്ലുന്തോറും നിന്റെ സൗന്ദര്യവും ഒക്കെ മാറിത്തുടങ്ങി. നീ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ആകെ വണ്ണം വെച്ചു. എനിക്ക് ആകെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീ ഇപ്പോൾ തന്നെ നിന്റെ പഠനമെല്ലാം നിർത്തണം എന്ന് പറഞ്ഞു, ദേഷ്യത്തിൽ തന്നെ. മീര അരുണിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് തന്നെ ചോദിച്ചു, പക്ഷേ അരുൺ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇനി 6 മാസം കൂടിയല്ലേ ഉള്ളൂ പരീക്ഷയ്ക്ക്. പക്ഷേ അരുൺ അതിനൊന്നും തന്നെ സമ്മതിച്ചില്ല. അവളുടെ ഫോൺ എടുത്ത് ദൂരേക്ക് വീക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു, ഇപ്പോൾ തന്നെ നിന്റെ പഠനം നീ ഉപേക്ഷിക്കണമെന്ന്. മീരയ്ക്കത് ഒരിക്കലും സഹിക്കുവാൻ പറ്റിയില്ല. പക്ഷേ ഒടുവിൽ അവൾക്ക് അവളുടെ ഏറ്റവും വലിയ സ്വപ്നമായ IAS കോച്ചിങ് എന്നുള്ളത് ഉപേക്ഷിക്കേണ്ടി വന്നു. ഹൃദയം പൊട്ടുന്ന വേദനയോടുകൂടി തന്നെ അന്ന് രാത്രി മീര കിടക്കയിൽ കിടന്ന് തൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് ആലോചിച്ച് പൊട്ടിക്കരഞ്ഞു. എന്നാൽ അരുൺ അതേസമയം സുഖമായി കിടന്ന് ഉറങ്ങുകയായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. അരുണിന് മീരയോട് ഇപ്പോൾ പണ്ടത്തെ പോലത്തെ സ്നേഹമൊന്നുമില്ല. അവളുടെ ഇപ്പോഴത്തെ രൂപത്തെ അവന് ഇപ്പോൾ അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. അവൻ മീരയുമായി അകലുവാൻ തുടങ്ങി. മറ്റൊരു മോഡേൺ യുവതിയായ അമൃതയുമായി അവൻ സ്നേഹത്തിൽ തുടങ്ങി. ഒടുവിൽ അരുൺ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ മീരയോട് അമൃതയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അരുണിൻ്റെ ജീവിതത്തിൽ നിന്ന് മീരയോട് ഒഴിഞ്ഞു പോകുവാൻ പറഞ്ഞു. തനിക്ക് അമൃതയെ വിവാഹം കഴിക്കണം, എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞു. നീ എനിക്കിപ്പോൾ ഒരു ഭാരമാണ്, മാത്രമല്ല ദിവസം തെല്ലുന്തോറും നീ വണ്ണം വെച്ച് വരികയാണ്. നിന്റെ സൗന്ദര്യമെല്ലാം പോയി, കുട്ടികളുമില്ല, പിന്നെ എന്തിനു എനിക്കൊരു ഭാരമായി ഇവിടെ തുടരണം. അരുണിൻ്റെ ഈ വാക്കുകൾ മീരയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് തന്നെ അവളുടെ ബാഗിൽ അവളുടെ പഠിക്കുന്ന പുസ്തകങ്ങൾ എടുത്തു വെച്ച് ആ വീട് വിട്ട് ഇറങ്ങിപ്പോയി. നിറഞ്ഞ കണ്ണുകളോടെ അവൾ ആ വീടിൻ്റെ പടി വിട്ട് അങ്ങനെ നടന്നുപോയി. അരുൺ അവൾ പോകുന്നത് കണ്ട് സന്തോഷിച്ചു. അങ്ങനെ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരു യുവാവ് അവളുടെ കൈ വന്നു പിടിച്ചു. അത് മറ്റാരുമായിരുന്നില്ല, ഒരു കാലത്ത് മീരയെ ജീവന തുല്യം സ്നേഹിച്ച, മീരയുമായി കല്യാണത്തിൻ്റെ വക്കിൽ വരെ എത്തിയ വിനീതായിരുന്നു. വിനീത് മീരയുടെ വിഷമങ്ങളെല്ലാം അറിഞ്ഞു. അവൻ മീരയെ അവൻ്റെ കാറിൽ കയറ്റി ഒരു ലേഡി ഹോസ്റ്റലിൽ കൊണ്ടുപോയി അവളെ അവിടെ ചേർത്തി. മാത്രമല്ല അവളുടെ ഇഷ്ടസ്വപ്നമായ IAS കോച്ചിങ് അവൻ അവളെ പിന്നെയും ചേർത്തി.
അവൾ നീറുന്ന ഹൃദയത്തോടെ വിനീതിനോട് നന്ദി പറഞ്ഞു. അങ്ങനെ ആ ഹോസ്റ്റലിൽ അവൾ IAS കോച്ചിങ് പഠനം പിന്നെയും തുടർന്നു. താൻ ജീവന് തുല്യം സ്നേഹിച്ച തൻ്റെ ഭർത്താവ് തടിയുടെ പേരിൽ അവളെ ഉപേക്ഷിച്ചപ്പോഴും അവൾ അതെല്ലാം മനസ്സിലാലോചിച്ചുകൊണ്ട് തന്നെ ഒരു വാശിയോടെ അവൾ പഠിച്ചു. വിനീത് അവളുടെ പഠന ചെലവും അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കി. അങ്ങനെ 6 മാസങ്ങൾക്ക് ശേഷം മീരയുടെ പരീക്ഷ മീര നല്ല രീതിയിൽ തന്നെ എഴുതി. നീറുന്ന ഹൃദയവും ഉള്ളിലെ വേദനയും എല്ലാം അവളുടെ പരീക്ഷ ഹാളിൽ എഴുതി ചേർത്തു. അങ്ങനെ അവൾ വിചാരിച്ചതിനേക്കാൾ നല്ല രീതിയിൽ തന്നെ അവൾ പരീക്ഷ എഴുതി കഴിഞ്ഞു. പരീക്ഷ സെൻറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവളെ കാത്ത് അവളുടെ അമ്മയും അച്ഛനും വിനീതും നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മയെയും അച്ഛനെയും കണ്ടപ്പോൾ ഓടിച്ചെന്ന് മീര അവരെ കെട്ടിപ്പിടിച്ചു അവരോട് മാപ്പ് ചോദിച്ചു ചെയ്തതിനെല്ലാം. അച്ഛനും അമ്മയും മീരയെ ചേർത്ത് പിടിച്ചു. ഇതെല്ലാം കണ്ട് വിനീതിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അങ്ങനെ അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ തന്നെ മീര വിനീതിനെ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ വിനീത് മീരയുടെ കഴുത്തിൽ ആഡംബരമായി അതിഗംഭീരമായി തന്നെ താലി ചാർത്തി. വിവാഹം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ അവളുടെ അന്ന് എഴുതിയ IAS എക്സാമിൻ്റെ റിസൾട്ട് വന്നു. അവൾ 1ാം റാങ്കോടെ കൂടി തന്നെ പാസ്സായി. അത് അറിഞ്ഞപ്പോൾ അരുണിനും മീരയ്ക്കും അവരുടെ മാതാപിതാക്കൾക്കും എല്ലാവർക്കും സന്തോഷമായി. പത്രങ്ങളിലും മറ്റുമായി മീരയുടെ വാർത്ത വന്നു. ഇപ്പോൾ മീര ഒരു IAS ഓഫീസറാണ്. മീരയുടെ വീടിൻ്റെ മുന്നിൽ തന്നെ കളക്ടർ മീര വിവേക്. അവൾ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന അവളുടെ ഇഷ്ടസ്വപ്നമായ കളക്ടർ ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അവളുടെ വണ്ണമെല്ലാം പോയി അവളുടെ എല്ലാ പ്രശ്നങ്ങളും മാറിയിരിക്കുകയാണ്. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. മറ്റൊരു സന്തോഷ വാർത്തയും മീരയെ തേടി എത്തി. അവളിപ്പോൾ ഗർഭിണിയാണ്. അങ്ങനെ പിന്നെയും മാസങ്ങൾ കഴിഞ്ഞു. മീരയ്ക്കൊരു ആൺകുഞ്ഞു പറന്നു. മീരയും വിവേകും നല്ല രീതിയിൽ തന്നെ സന്തോഷത്തോടു കൂടി തന്നെ കുഞ്ഞുമൊത്ത് ആ വലിയ വീട്ടിൽ കഴിയുകയാണ്. മീര ഇപ്പോൾ പണ്ടത്തേക്കാളും സുന്ദരിയാണ്. മാത്രമല്ല ഒരു കളക്ടറും. പക്ഷേ മറുഭാഗത്ത് അരുണിൻ്റെ ജീവിതം ആകെ തകർന്നു പോയിരിക്കുകയാണ്. അമൃത അരുണിനെ ഉപേക്ഷിച്ച് മറ്റൊരു യുവാവുമായി പോയി. അമൃതയ്ക്ക് ഒരിക്കലും ആ ചെറിയ വീട്ടിൽ അടുക്കള ജോലി ചെയ്ത് ഒതുങ്ങിക്കൂടുവാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അരുണിനെ ഉപേക്ഷിച്ചു പോയി. അരുൺ ആ ചെറിയ വീട്ടിൽ തനിച്ചായി. താൻ ചെയ്ത തെറ്റുകളെല്ലാം ഓർത്ത് ആ ചെറിയ വീട്ടിലിരുന്ന് പൊട്ടിക്കരയുകയാണ് അരുൺ. മറുഭാഗത്ത് സന്തോഷത്തോടു കൂടി കുഞ്ഞിനുമൊത്ത് ജീവിക്കുകയാണ് മീരയും വിനീതും.